യാത്രകൾ നടത്തുമ്പോഴത്തേക്കും ഇത് ഇത്തിരി പറയാം 1995 ആ ഒരു ഇതിലാണ് ഇപ്പോ എന്നെക്കാൾ പ്രായമുള്ള തീപ്പെട്ടിയാണല്ലോ. ഇപ്പൊ ഒരു വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതും ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴേ. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാല് തമിഴില് ന്യൂ ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഹോണറലി അവർ ഇറക്കിയതായിരിക്കും അല്ലേ? അത് സ്പെഷ്യൽ പെർമിഷനോടുകൂടി ഇറക്കിയതാണ്. ഇതൊരു നാഷണൽ ഇതാണല്ലോ. ആകെ 4 ഞാൻ സ്പെഷ്യൽ എഡിഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഈ 4 കമ്പൈൻ ചെയ്താൽ 2000 രൂപ മാക്സിമം. എനിക്ക് അതിനകത്ത് നഷ്ടമില്ല. PSLV അതിൽ കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ചിത്രങ്ങൾ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളൊക്കെ, മത്സ്യകൂർമ്മ, വരാഹം, പറഞ്ഞ പോലെ നരസിംഹമൂർത്തി, അങ്ങനെ പരശുരാമൻ, ദശാവതാരത്തിൻ്റെ തീപ്പെട്ടി. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഗൂഗിൾ, ട്വിറ്റർ, ആപ്പിൾ എല്ലാം ഉണ്ട്. ഏറ്റവും റീസെന്റ് റിവീൽ ചെയ്തതാണ് തീപ്പെട്ടി കൂട്, അല്ലെ തീപ്പെട്ടിയുടെ കളക്ഷൻ. ഉറപ്പായിട്ടും ഇനി അടുത്തൊരു സർപ്രൈസ് എന്താണ് വരാനിരിക്കുന്നത്? സർപ്രൈസുകൾ ഉണ്ട്. എനിക്ക് എപ്പോഴും സർപ്രൈസുകൾ ഇഷ്ടമാണ്, കൊടുക്കാനും ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ സർപ്രൈസിന് വേണ്ടിയുള്ള കഷ്ടപ്പാട് ഇപ്പോഴും ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. ഉണ്ട്. നമസ്കാരം, കേരള ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എന്നുള്ളത് ചേർത്തലയിലാണ്. നമുക്കറിയാം ഒരുപാട് കളക്ഷൻസ്, ഈ സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ കളക്ഷൻസ്, അത് വിവിധതരമായിട്ടുള്ള കളക്ഷൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഗിന്നസ് വേൾഡ് റെക്കോർഡായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇന്ത്യ ബുക്കിൽ റെക്കോർഡ് നേടിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു വെറൈറ്റി കളക്ഷൻ്റെ കഥ പറയാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് എൻ്റെ ഇരിക്കുന്ന തീപ്പെട്ടി ഉണ്ടോ, അതായത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെയും എക്സൈസിൻ്റെയും ഒരു സീൽ ഇതിലുണ്ട്. അതായത് പഴയ കാലം, എനിക്ക് തോന്നുന്നു 90-95 കാലഘട്ടത്തിലെ തീപ്പെട്ടിയാണ്. ഇതിൽ 50 പൈസയാണ്, 30 തീപ്പെട്ടിക്കൊള്ളിയുണ്ട്, 50 പൈസയാണ് അന്നത്തെ വില ഇതിൻ്റെ. എന്തായാലും ഇതിൻ്റെ ഒരു ഈ തീപ്പെട്ടികൾ മാത്രമല്ല, ഇതിൻ്റെ കവറുകളടക്കം ഒരു വലിയ ശേഖരമുള്ള ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം. വാ അരവിന്ദ് ഭായ്. യെസ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ അരവിന്ദ് ഭായിയുടെ തീപ്പെട്ടി കളക്ഷൻ കണ്ടു. അപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാനും എല്ലാം ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയിട്ട് എത്തിയത്. വാം വെൽക്കം. ഓക്കെ, എന്തൊക്കെയാണ് ഇതിനകത്ത്? ഒരു ലോഡുണ്ടല്ലോ. നല്ല ലോഡുണ്ട്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഇതിപ്പം എവിടുത്തെ തീപ്പെട്ടിയത്? ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ്. ഞാൻ യാത്രകൾ അത്യാവശ്യം നടത്തുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഈ യാത്രകൾ നടത്തുമ്പോഴത്തേക്കും ഇത് ഇത്തിരി പറയാം 1995 ആ ഒരു ഇതിലാണ് ഇപ്പോ. എന്നെക്കാൾ പ്രായമുള്ള തീപ്പെട്ടിയാണല്ലോ. അതെ. അപ്പം ഇത് ഞാനിങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ചില എന്താ പറയാ, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മുറുക്കാങ്കട സൈസൊക്കെ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ സൈഡ് ലൈൻ ആയിട്ട് കിടക്കുന്നത് നമ്മൾ ചോദിച്ച് വാങ്ങാറുണ്ട്. ചിലപ്പോൾ യൂസ് ചെയ്യാത്തതൊക്കെ, പിന്നെ യൂസ് ചെയ്തത് ചിലപ്പോൾ താഴേന്ന് പെറുക്കി എടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം ചില സ്റ്റേറ്റ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും ഉറഞ്ഞിരിക്കുന്ന തീപ്പെട്ടികൾ ചിലപ്പോൾ ഒരു ചെറിയൊരു വില പറഞ്ഞിട്ട് ചെറിയ ചെറിയ കടകളിൽ അങ്ങനെ. പക്ഷെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഈ ഇത്രയും നാളായിട്ട് എനിക്ക് തോന്നുന്നു 20-21 കൊല്ലമായി ഇത് ശേഖരിക്കാനാണ്. അപ്പോൾ 20,000 രൂപ താഴെയാണ്. 20 കൊല്ലം കൊണ്ടാണ് ഇത്രയും മൊത്തം കളക്ട് ചെയ്തത്. അതെ അതെ, ഒരു ദിവസം കൊണ്ടല്ല, കുറച്ചധികം എഫേർട്ടൊക്കെ എടുത്തിട്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും റോമാ സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇത്ര ഇപ്പൊ കുറെ ഉണ്ട് ഇതിൽ. എന്റെ പ്രധാനമായിട്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളതുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളതുണ്ട്. പിന്നെ ഇതിനകത്ത് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന തീപ്പെട്ടി കവറുകൾ, തീപ്പെട്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 70-80% തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമുക്ക് കേരളത്തിൽ കിട്ടുന്നതും ഓൾമോസ്റ്റ് അതാണ്. പക്ഷെ കേരളത്തിൽ നമുക്ക് വെറൈറ്റി എന്താ ഇതിന്റെ ഇതുണ്ടല്ലോ കുറവാണ്. വെറൈറ്റി ഇത്തിരി കുറവാണ്. തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് കാണാമല്ലോ. അപ്പൊ അതിനകത്ത് യെസ്, കാണാം. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം താഴെ കിടന്ന് കിട്ടിയതാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു 60 ഒരു പാക്കാക്കി വെച്ചിരിക്കുകയാണ്. താഴെ കിടന്ന് കിട്ടിയതെല്ലാം ഒരേപോലെ തന്നെയാണോ? അല്ല, മിക്സ്ഡ് ആണ്. ഞാനൊരു 60 എണ്ണം ഒരുമിച്ച് ഒരു ബണ്ടിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതിലെല്ലാം ഉണ്ട്. താഴെ കിടന്ന് കിട്ടിയാണ്. ഇത് കണ്ടോ, ഒരഞ്ഞിരിക്കുകയാണെല്ലാം. പിന്നെ ഈ പറയുന്ന പോലെ നമുക്കിത് ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് നമ്മളിത് കൂട്ടി വെക്കുന്നതാണ്. ഇതൊക്കെ താഴെ കിടന്ന് കിട്ടിയാണ്. 60 ഒരു സെറ്റാണിത്. ഇതുപോലെ ഇത് മൊത്തം എല്ലാം കൂടി എത്ര കവറുകൾ കാണാം ഏകദേശം? ഉണ്ട്. ഇപ്പൊ ഞാൻ രണ്ടായിട്ടാ തരം വെച്ചിരിക്കുന്നത്. ഒന്ന് യൂസ്ഡ്, ഒന്ന്
യൂസ്ഡ് എന്ന് വെച്ചാൽ ഒരുപാട് യൂസ് ചെയ്തത് ടോട്ടൽ യൂസ്ഡ് ആയിട്ടും താഴെ വഴിയിൽ നിന്ന് കിട്ടിയതിന് ഇത് നല്ലതാണ്. ഇത് ഇത്ര ഈ 3 ബോക്സിലുള്ള നല്ലത്. ഈ 4 ഒരുപാട് അത്ര കൊള്ളാത്തതായിട്ടുള്ള തീപ്പെട്ടി കവറുകളാണുള്ളത്. സൈക്കിളിന്റെ പഴയകാല. അതെ അതെ. ഇപ്പോ ഇത് തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമുക്ക് 8 രൂപയ്ക്ക് ഒരു ഉപയോഗിക്കാത്ത തീപ്പെട്ടികളാണോ? ഉപയോഗിക്കാത്ത തീപ്പെട്ടികളാണുള്ളത്. ഇതുണ്ടോ ഫൈറ്റ്. തമിഴ്നാട്ടിലൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. തീപ്പെട്ടിയുടെ കളക്ഷൻ ഉള്ളവർക്ക് ഒരു എന്താ പറയാ, ഒരു വേറൊരു ഫീലാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന്. പല ഇത് ഈ ഫാൻസിന് വേണ്ടിയിട്ടുള്ള പല പല നടന്മാരുടെ ചിത്രങ്ങളുള്ളതും അതൊക്കെ ഉണ്ട്. ഇതിന് ബ്രഷ് എന്ന് പറഞ്ഞാണ്. ഇത് പാലക്കാട് ലോക്കലിൽ നമുക്ക് കിട്ടും കേട്ടോ. തമിഴ്നാട്ടിൽ മാത്രമല്ല പാലക്കാട് ഏരിയയിൽ നമുക്ക് ബ്രഷ് കിട്ടും. ഇത് കണ്ടോ 1 രൂപയാണ് 10 എണ്ണത്തിന്റെ റേറ്റ്. ഇത് കണ്ടോ, ഇതില് 10 തീപ്പെട്ടി ഉണ്ട്. 10 ചെറിയ തീപ്പെട്ടിയാണ്. വാക്സ് തീപ്പെട്ടികളാണോ, വാക്സ് മാച്ചസ്. എനിക്ക് ഇഷ്ടം വാക്സ് മാച്ച് കളക്ട് ചെയ്യാനാണ്. അത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഈ ചാവി പോലത്തെ ക്വാളിറ്റി ഇല്ല എന്നല്ല, മറിച്ച് നമ്മുടെ ഇപ്പൊ ഒരു ഇന്നോവേഷൻ വരുത്താറില്ല നമ്മുടെ കേരളത്തിലുള്ള തീപ്പെട്ടി. എല്ലാവരും ഈ ചാവി അങ്ങനെയുള്ള ക്യാമല് അങ്ങനെയുള്ള തീപ്പെട്ടികളാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഒരേ രീതിയിലുള്ള ഇത് തന്നെ ഫോളോ ചെയ്തു പോകുന്നു. അത് മാത്രമല്ല, ഞാൻ പേഴ്സണലി ഈ തീപ്പെട്ടിയിലൊക്കെ എന്ത് നമുക്കൊരു ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഒരു തീപ്പെട്ടിയിൽ എന്താ ഉള്ളത് അതിനകത്ത്? ഇന്നോവേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അതിലെ പിക്ചേഴ്സ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഒരു രാജ്യത്തിന്റെ സംസ്കാരം നമുക്ക് കാണാൻ പറ്റുന്ന കൗതുകപരമായ പെട്ടികളാണ് ഈ പറഞ്ഞ തീപ്പെട്ടി. അതിനകത്ത് ഇപ്പൊ കണ്ടോ സൈക്കിൾ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 60 എണ്ണത്തിന്റെ ഒരു പാക്ക് പറഞ്ഞല്ലോ. ഇപ്പൊ ഇത് നോർത്ത് ഇന്ത്യയിലാണ്. ഇത് കണ്ടോ പിസ്റ്റൽ. മോർ എന്ന് വെച്ചാൽ നമ്മുടെ പീകോക്കിന്റെ മയില്. ഇതിലെന്താണ് ഉള്ളത്? പിസ്റ്റൽ. എനിക്ക് KGF ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. റിവോൾവർ ആണ് ഇത്. KGF ഫാനാണ്. KGF ഫാനാണ്. അപ്പൊ ഇത് കാണുമ്പോ അതിലൊരു ഫീല്. മോർ. ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് എന്തുവാ കാണുന്നത്? ഇത് കാണുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഒരു ദേശീയ സിമ്പൽ കൂടിയാണിത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ബേർഡാണിത് അല്ലേ, സ്വാൻ. കണ്ടോ? പിന്നെ ചമേലി ഒരു ഫ്ലവറാണ്. ഇത് ഗുജറാത്തിൽ നിന്ന് കിട്ടുന്നതാണ് കൂടുതലും. ഇത് ഇതേപോലത്തെ കുറെ എണ്ണം. ഇതൊക്കെ താഴെ നിന്ന് കിട്ടിയാണ്. റോഡ് ഫൈൻസ് ആണിത്. ഓക്സി റിച്ച്, അവിടുത്തെ മിനറൽ വാട്ടർ. പരസ്യം കൂടിയുണ്ട്. പലതിന്റെ ബാക്കിൽ ഇത് കൂടിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സൈക്കിൾ, മൺസൂൺ സൈക്കിൾ. ഇത് എയിം നമ്മൾ കണ്ടിട്ടുണ്ട്. ലാമ്പ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യമോ. ഇത് കണ്ടോ, മാറി ഗോൾഡ്. ഇത് വുഡൻ ആണോ അതോ ഫുൾ പേപ്പർ ആണോ? ഇതെല്ലാം വാക്സ്. പക്ഷെ നമ്മള് റോഡിൽ നിന്ന് കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ഓപ്പണർ ഉണ്ടോ? ഈ ഓപ്പണർ ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതില് ഇത്ര കണ്ടതില് ഞാൻ ഓപ്പണറിന്റെ 2 വെറൈറ്റി ഉണ്ടോ ഇതിൽ തന്നെ? അതെ അതെ കണ്ടോ, ശ്രദ്ധിച്ചോ? അത് അതെ, യൂസ് ചെയ്ത് ചുരണ്ടി താഴെ കളഞ്ഞ സാധനങ്ങളാണ്. അതേപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഓപ്പണറിന്റെ തന്നെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പോളോ എന്നറിയോ? പോളോ എന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ പണ്ട് രാജാക്കന്മാര് കളിച്ചിരുന്ന ഒരു ഗെയിമാണ്. ഇപ്പോഴും ഉണ്ട്. പക്ഷെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്പോർട്സ് ആണ് പോളോ. കുറെ കാര്യങ്ങൾ. 4 സ്റ്റാർ ലാമ്പ്. ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടതിലൊരു 4-5 ബ്രാൻഡ് മാത്രമേ ഞാൻ ഇതില് കണ്ടതിന്റെ മെമ്മറിയിലുള്ളൂ. ഇനി തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞുതരാം. തമിഴ്നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വെറൈറ്റി ഓപ്ഷൻസ്. ഇത് ഞാൻ ഈ കൊല്ലം, അതായത് 2023 ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ എടുത്താണ് ഇത്. ജീവൻ 10 എണ്ണമാണ്. 10 എണ്ണത്തിന് 10 രൂപയാണ്. 10 രൂപ. നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 8 രൂപയ്ക്ക് കിട്ടും. എനിക്ക് നഷ്ടമില്ല ഇതിനകത്ത്. ഇവിടെ യൂസ് ചെയ്യാൻ ഇത് കണ്ടോ, വാക്സ് എല്ലാം. ഇത് ബ്രഷ്, ഇത് വീണ്ടും ജീവൻ, ഇത് ബോൾസ്. അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട് അവിടെ, നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ഒക്കെ നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ട് വരുന്നതാണ്. വലിയ നഷ്ടങ്ങളില്ല ഇതിനകത്ത്. എപ്പോഴും എന്താ പറയാ, ഒരു കൗതുകമാണ് ഓരോ പുതിയ കാര്യങ്ങൾ കാണാനും. എങ്ങനെയാണ് ഈ ഒരു തീപ്പെട്ടിയുടെ കവർ, ഇപ്പൊ 20 വർഷമായിട്ട് ഇത് കളക്ട് ചെയ്യാണ്, എങ്ങനെയാണ് ഈ ഒരു തീപ്പെട്ടിയുടെ കവർ ഒരു ക്രൈസിന് എങ്ങനെയാണ് ഒരു കളക്ട് ചെയ്യാൻ തുടങ്ങിയത്? അതിലൊരു ഇപ്പോൾ എൻ്റെ അച്ഛനുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് പറയേണ്ട ഒരു കഥയുണ്ട്. അച്ഛനൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. അപ്പൊ ഇന്നലെ അമ്മയും ഞാനും ഇങ്ങനെ റോഡിൽ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ, ഇവിടെ ഉള്ള ചേട്ടനാണ്, പുള്ളി വിളിച്ചു പറഞ്ഞു വിൽസ് തമ്പാന്റെ മോനാണ്. എന്ന് വെച്ചാൽ വിൽസ് ആയിരുന്നു അച്ഛൻ്റെ ഫേവറേറ്റ് സിഗരറ്റ് ബ്രാൻഡ്. ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, ഐ ഡോണ്ട് സ്മോക്ക്. പക്ഷെ അച്ഛൻ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ്. അച്ഛൻ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആയിരുന്നു. അച്ഛൻ എല്ലാവരും ഒരു എന്താ പറയാ, ഇപ്പൊ ഞാനൊരു ജെന്റിൽമാൻ ആണെന്ന് ഞാൻ പറയും, പക്ഷെ അച്ഛനൊരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആയിരുന്നു. ആരോടും മിണ്ടില്ല, കുറച്ച് സംശയം. പക്ഷെ അച്ഛന് 2 വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഒന്ന് ചായ, സെക്കൻഡ് വാസ് സ്മോക്കിംഗ്. ചായ ഒരു ദിവസം ഒരു 20-30 ചായ,
വിൽസ് പിന്നെ അല്ലെ സിസർ ഫിൽറ്റർ, ഇത് രണ്ടേ യൂസ് ചെയ്യുള്ളൂ. ഇത് ഒരു ദിവസം 40 മുതൽ 50. അച്ഛൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ കൂടി ഇതിന് വേണ്ടി അച്ഛൻ തരാം. ഇതിനകത്ത് വന്ന കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ഈ ലൈറ്റർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൂടാണ്ട് ചില സമയങ്ങളിലൊക്കെ തീപ്പെട്ടി യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ചെറുപ്പത്തിലേക്ക് വെറൈറ്റി തീപ്പെട്ടികളുണ്ടായിരുന്നു വാക്സിൻ്റെ തന്നെ. അച്ഛൻ എറണാകുളത്തു നിന്നാണ് ഇത് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ പിക്ചറൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും രസമാണ്. ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും തീമായിരിക്കും. അങ്ങനെ ഒരു 10-25 എണ്ണം 50 എണ്ണം വെറുതെ ഇങ്ങനെ കൂട്ടി വെച്ചു. പിന്നെ ഒരു 2006 ആയപ്പോഴത്തേക്കും ഞാൻ ചെന്നൈയിൽ പോയി. അപ്പോഴാണ് ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഹോബിയായിട്ട് ഞാൻ മാറ്റിയത്. ചെന്നൈയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു 100-150 വെറൈറ്റി തീപ്പെട്ടി കവറുകൾ ഞാൻ കണ്ടു. അതായത് ഞാനിവിടെ ഒരു 6-7 കൊല്ലം ഉണ്ടായിരുന്നു. ഈ 6-7 കൊല്ലത്തിനുള്ളിൽ തന്നെ മോർ ദാൻ 500 വെറൈറ്റീസ്. 500ഓളം വെറൈറ്റികൾ. ചെന്നൈ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ സിറ്റി, ഇറ്റ്സ് എ ബിഗ് സിറ്റി. പല സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിയുടെ ഒരു 5 ടൈംസ് ഇത് പണ്ട് താമ്പരം ഒന്നും അതിലില്ല. പക്ഷെ താമ്പരം ഒരുപാട് എക്സ്പാൻഡഡ് സിറ്റിയാണ് ചെന്നൈ എന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ പല സ്ഥലത്ത് പോയി, ഇപ്പോൾ മുറുക്കാങ്കട പോലെ തന്നെ ചെറിയ കടകളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചായ കുടിക്കും, തീപ്പെട്ടി വലിച്ചെറിയും സ്മോക്ക് ചെയ്തതിന് ശേഷം. അപ്പൊ അങ്ങനെ കളയുക. അതിനകത്ത് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 50ന്റെ ആണ് കൂടുതലും. ഒരു 95% തീപ്പെട്ടിയും നമുക്ക് കിട്ടുന്നത് കേരളത്തിൽ 50 സ്റ്റിക്കുകളാണ്. തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് 25ന്റെ തീപ്പെട്ടി കിട്ടും, 30ന്റെ തീപ്പെട്ടി കിട്ടും. 25 സ്റ്റിക്കിന്റെ തീപ്പെട്ടി കിട്ടും, 30ന്റെ കിട്ടും, 32ന്റെ കിട്ടും, 35ന്റെ കിട്ടും, 40ന്റെ കിട്ടും, 45ന്റെ കിട്ടും, 50ന്റെ കിട്ടും, 75ന്റെ കിട്ടും. അപ്പൊ അവിടെ സെലക്ഷൻ വിപുലമാണ്, ചോയ്സ് കൂടുതലാണ്, ഫ്ലേവേഴ്സ് കൂടുതലാണ്. തീപ്പെട്ടിയുടെ ബ്രാൻഡിന്റെ ആയിക്കോട്ടെ, വെറൈറ്റി ആയിക്കോട്ടെ, നമ്പർ ഓഫ് സ്റ്റിക്സ്. അത്രയും ബ്രാൻഡുകളും അത്രയും ഡിഫറെന്റ് വെറൈറ്റീസും ഉണ്ടായിട്ടും അവിടെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പറയാൻ കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടില് മോസ്റ്റ്ലി ലൈറ്റേഴ്സ് കുറവാണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് പറഞ്ഞ തീപ്പെട്ടി വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അത് മാത്രമല്ല ചിലയിടത്ത് ലൈറ്റർ ബാൻ ഉണ്ട്. സ്മോക്കിംഗ് ഇവിടെ കേരളത്തെക്കാളും കൂടുതലുള്ള ആൾക്കാർ അവിടെയുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഓരോ കടയിൽ പോയി കഴിഞ്ഞാലും ഓരോ ദിവസം ചിലപ്പോൾ 1 രൂപയ്ക്ക് ഇപ്പോഴും കിട്ടുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ നമുക്ക് 2 രൂപയ്ക്കാണ് കിട്ടുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ 1 രൂപയുള്ളൂ. അത് കാര്യം എന്ന് വെച്ചാൽ 30ന്റെ ഉണ്ട്, 40ന്റെ ഉണ്ട്, 50ന്റെ മാത്രമല്ല. അപ്പൊ ആ സെലക്ഷൻ പ്രോസസ് അവിടെ വിപുലമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അവിടെ ഒരു സെലക്ഷൻ ഗ്രേഡ് തന്നെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ തമിഴ്നാട്ടിലെ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് ഗുജറാത്തിൽ ഒരുപാട് വെറൈറ്റീസ് കിട്ടും, ഹരിയാനയിൽ കിട്ടും ഒരുപാട് വെറൈറ്റീസ്, ഉത്തർപ്രദേശിൽ കിട്ടും, മഹാരാഷ്ട്രയിൽ കിട്ടും, വെസ്റ്റ് ബംഗാളിൽ കിട്ടും. അപ്പൊ എത്രമാത്രം വെറൈറ്റീസ് ആണ് ഇന്ത്യയിലുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 20,000-നടുത്ത് വെറൈറ്റി ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതെ, കാരണം ഇന്ത്യക്കകത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് കളക്ട് ചെയ്തതിലാണ് ഉള്ളത്. ഇതിൽ ഇപ്പൊ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു തീപ്പെട്ടിയുടെ ആ ഒരു ഇതിൽ നിന്ന് ഏറ്റവും ഒരു വാല്യുബിൾ ആയിട്ട് തോന്നുന്ന ഒരു തീപ്പെട്ടിയുടെ ഒരു കവർ ഏതാണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു വാല്യുബിൾ ആയിട്ട് നമുക്ക് വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ റെയറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇതിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ എന്തായാലും ഇത് തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഒന്ന് ക്ലോസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഞാൻ UP-യിൽ പോയപ്പോഴത്തേക്കും ഉത്തർപ്രദേശിൽ പോയപ്പോഴത്തേക്കും കിട്ടിയ ഒരു സംഭവം. ഉറഞ്ഞിരിക്കുക ഈ സംഭവം. അത്രയും പഴക്കമുണ്ട് അതിന്. പിന്നെ അതായത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, 10 എണ്ണത്തിന് 5 രൂപയാണ് വില. 10 ബോക്സ്. ഇത് 1995-96 ഇത് ഏകദേശം. അത്രയും ഇതിന്റെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഇയറിലാണ്. ആ ഒരു ഇൻ ബിറ്റ്വീൻ 95-96 ആണ് ഇത് വരുന്നത്. നമ്മൾ ഈ തീപ്പെട്ടിയുടെ ബാക്കിൽ ഇതുണ്ടാവോ, ഇതിന്റെ മാനുഫാക്ചറിംഗ് ഇയറും കാര്യങ്ങളും ഉണ്ടാവും? ന്യൂ ഭാരത്. ഇത് ഇപ്പൊ ഒരു വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭാരത്തും ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ തമിഴില് ന്യൂ ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ. ഇത് 10 എണ്ണത്തിന് ഈച്ച് 50 പൈസ. 95-96 തീപ്പെട്ടികളാണിത്. ഇപ്പോൾ ഇതിന് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഒരു ഇതിന് 5 രൂപയേ ഉള്ളൂ, ഈ ഒരു ഫുൾ ബോക്സിന്. അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഒരു കടയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതാണ്. നമ്മൾ പോകുമ്പോഴത്തേക്ക് തീപ്പെട്ടി തന്നെയാണല്ലേ? ഇതും തീപ്പെട്ടി തന്നെയാണ്. അതിനകത്ത് ചെറിയ സൈസ് തീപ്പെട്ടി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വേറൊരു ടൈപ്പാണ്. ഓപ്പണിംഗ് ടൈപ്പാണ്. ഉറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ. പറയുന്ന പോലെ ഫ്രണ്ട്ലി സേഫ്റ്റി മാച്ചസ് ആണ്.
പിന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് ഏറ്റവും കുറവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഇതേപോലെ കുറച്ച് കവേഴ്സ് ഉണ്ട്, ഏകദേശം 5000 ഇത് ചെറിയ കവേഴ്സിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് നല്ലത് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ എനിക്ക് ഈ കവർ വാങ്ങാൻ തന്നെ ഒരു കവറിന് 12 രൂപ. അതിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടി. അപ്പൊ എനിക്ക് വലിയ ലോസ് ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്റെ ഒരുപാട് ഹോബീസ് ഉണ്ട് എനിക്ക്. ശാംബായിക്ക് അറിയാം, 1 ലക്ഷം, 1 രൂപ, 1 ലക്ഷത്തിക്കുള്ള 1 രൂപ നോട്ട്, 1 ലക്ഷത്തിക്കുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്, കുറച്ച് കോയിൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഏത് ഹോബി എടുത്താലും ഇപ്പൊ സ്റ്റാമ്പ് ഞാൻ ശേഖരിച്ചപ്പോഴത്തേക്ക് 1 ലക്ഷം സ്റ്റാമ്പ് ശേഖരിക്കാൻ എനിക്ക് വന്ന കോസ്റ്റ് സമയം ഒരു 50,000 to 70,000 ആണ് മൊത്തം ഇത്രയും നാളായിട്ട്. ഞാൻ എന്റെ കോസ്റ്റ് അതിലും എനിക്ക് തോന്നുന്നു റയർ ആയിട്ടുള്ള ഒരുപാട് സ്റ്റാമ്പുകൾ ഒരുപാടുണ്ട്. സ്റ്റാമ്പിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നല്ല റയർ വെറൈറ്റീസ് ഉണ്ട്. 1 രൂപ നോട്ട് ആയിക്കോട്ടെ, 1 ലക്ഷം 1 രൂപ നോട്ട് കൂടുതലുണ്ടെങ്കിൽ പുതിയത്, അതായത് ബണ്ടിൽ പൊട്ടിക്കാത്ത റിം എന്ന് പറയും, 10 എണ്ണം ഉള്ളു, അതിന് റിം എന്നാണ് പറയുന്നത്. അതുണ്ട്. ബണ്ടിൽ എന്ന് വെച്ചാൽ 100 എണ്ണത്തിന്റെ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ അതുണ്ട്. പക്ഷെ അതിനും ഏകദേശം 1 ലക്ഷത്തിനടുത്ത് നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ഈ 21 കൊല്ലത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 70% റോഡ് ഫൈൻഡാ. ഇതിനകത്ത് 3 സെപ്പറേറ്റ് വെച്ചിട്ട് 3 എണ്ണം തീരെ എന്താ അഴുക്ക് പിടിച്ച് ഇതായി കിടക്കുന്നതും, മറിച്ച് ബാക്കി ഒരു 3 എണ്ണം സെപ്പറേറ്റ് വെച്ചൊക്കെ നല്ല അത്യാവശ്യം നല്ലതായിട്ട്. പിന്നെ പറയാൻ കാര്യം എന്ന് വെച്ചാല് ഈ 20 ഇയേഴ്സിൽ എനിക്ക് കോസ്റ്റ് 20,000 രൂപ താഴെയാണ്. അപ്പൊ അത്രയും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും കാശ് കൊടുത്ത് വാങ്ങണമെന്നാണ്. പക്ഷെ നമ്മുടെ ഇതിൽ കാശ് കൊടുത്ത് വാങ്ങണമെന്നല്ല, വാല്യൂ ബേസ്ഡ് കളക്ഷനാണ്, മൂല്യാധിഷ്ഠിതമായിട്ടൊരു കളക്ഷൻ, മൂല്യമാണ്. ഇപ്പോഴത്തെ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും പറയുന്നത് വെച്ചാൽ എവ്രി വൺ നോസ് ദ പ്രൈസ് ഓഫ് എവറിത്തിങ്, ബട്ട് ദേ ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് എനിത്തിങ്. എവ്രി വൺ നോസ് ദ പ്രൈസ് ഓഫ് എവറിത്തിങ്. ഒരു പേനയുടെ വില എത്രയാണെന്ന് വെച്ചാൽ 10 രൂപയാണെന്ന് പറയും. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ ശാംബായി നമ്മൾ ഒരു റീഫിൽ വാങ്ങിച്ചിട്ട് നമ്മൾ എഴുതുമായിരുന്നു. ചിലപ്പോൾ സ്റ്റിക്കി സീഡ് ഒരു പേന തന്നെ 4-5 പ്രാവശ്യം ഓട്ടോമാക്കിന്റെ ഒക്കെ എടുത്തിട്ട് നമ്മള് അല്ലേ. ഇപ്പോഴാണ് ഇപ്പൊ കുട്ടികളായിക്കോട്ടെ, അവർക്ക് പ്രശ്നമൊന്നുമല്ല. ഒരു 10 രൂപയുടെ പേന കിട്ടി, അടുത്ത ദിവസം അത് അച്ഛനമ്മയും വാങ്ങിച്ചു തരും. അതിലത് ഏറ്റവും വലിയ കാര്യം. അച്ഛനമ്മയും ഒന്നും പറയൂല. അപ്പൊ അവിടെയാണ് ഇതൊരു വാല്യൂ ബേസ്ഡ് ഹോബി ആയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു LKG കുട്ടി മുതൽ ഒരു +2 പഠിക്കുന്ന അല്ലെ ഡിഗ്രി ലെവൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വരെ പഠിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ മാച്ച് ബോക്സിലുണ്ട്. എന്തൊക്കെയാണെന്നൊരു ഉദാഹരണം, ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ. അങ്ങനെ ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ സംഭവങ്ങളൊക്കെ കവറുകൾ ഉണ്ടോ? കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞ പീകോക്ക്, നേരത്തെ ലോട്ടസ്, ടൈഗർ, റോയൽ ബംഗാൾ ടൈഗർ, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാഷണൽ ഫ്ലാഗ്, ഗംഗ നമ്മുടെ ദേശീയ നദി, സ്റ്റിക്ക് ഏതാണ്? ഹോക്കി സ്റ്റിക്ക്. ഹോക്കി നമ്മുടെ റെക്കഗ്നൈസ്ഡ് ഗെയിമാണ്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് ഭാരതാംബയുടെ, ജയ് ഹോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന വാക്ക്, രൂപ, ഖാദി, സംഭവം പറഞ്ഞാൽ എല്ലാം ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, അവിടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ജസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രീഡം ഫൈറ്ററാണ് ചന്ദ്രശേഖർ ആസാദ്, ഒരാൾ. നേതാജി, അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. ശിവജി, ലാലാ ലജ്പത് റായ്, ഇതൊക്കെ ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെയ്തോണ്ടിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് മാത്രം ഞാനൊരു തീമാറ്റിക് ആണ് ഇത്. എല്ലാം നമുക്ക് പഠിക്കാം. ചരിത്രപരമായിട്ട്, സയൻസുമായി ബന്ധപ്പെട്ട്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്, കായികവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നോക്കിയാലും നമുക്ക് തീപ്പെട്ടികൾ അറിയാൻ പറ്റും. സെർച്ച് ചെയ്യണം, ഒരു ക്വസ്റ്റ് ഉണ്ടാവണം. ആ ഒരു ക്വസ്റ്റ് അത് തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്തിരി പ്രയാസമുള്ള ഹോബിയാണ്. പക്ഷെ നമ്മള് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന പാഷനേറ്റ്ലി ക്രേസി എന്ന് പറയും. എപ്പോഴും നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ് ജീവിതത്തിൽ. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് വെക്കാൻ പറ്റും, സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മള് സ്ഥിരോത്സാഹത്തോട് കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു ഹോബി നമുക്ക്. ഒരു 20 വർഷം എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലയളവല്ല. ശരിക്കും എന്റെ അമ്മയ്ക്കും എന്റെ വൈഫിനും ഒക്കെ മാത്രം ചുരുങ്ങിയ എന്റെ 1-2 അത്യാവശ്യം എന്റെ അടുപ്പത്തിലുള്ള ആൾക്കാർക്ക് ഒഴിച്ച് വേറെ ആർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. കാരണം എന്റെ അമ്മ തന്നെ പറഞ്ഞ സ്റ്റാമ്പിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, കോയിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. സ്റ്റാമ്പും കോയിനും പിന്നെ 1 രൂപ നോട്ടിന്റെ ഏറ്റവും റീസെന്റ് റിവീൽ ചെയ്തതാണ് തീപ്പെട്ടി കൂട്, അല്ലെ തീപ്പെട്ടിയുടെ കളക്ഷൻ. ഇനി അടുത്തൊരു സർപ്രൈസ് എന്താണ് വരാനിരിക്കുന്നത്? സർപ്രൈസുകൾ ഉണ്ട്. എനിക്ക് എപ്പോഴും സർപ്രൈസുകൾ ഇഷ്ടമാണ്, കൊടുക്കാനും ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ സർപ്രൈസിന് വേണ്ടിയുള്ള കഷ്ടപ്പാട് ഇപ്പോഴും ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. ഇതില് നമ്മൾ മാച്ച് ബോക്സിന്റെ അല്ലാണ്ട് കുറച്ച്, അതായത് കൂടാക്കാണ്ട് കുറച്ച്
ഡയറക്റ്റ് ഷീറ്റ് ആയിട്ടുണ്ടല്ലോ ഇതില്. ആ ഷീറ്റ് കളക്ട് ചെയ്തോ? അപ്പം ഇത് മാനുഫാക്ചർ ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ അവിടെ പോയിട്ട് കളക്ട് ചെയ്തോ? ഇവര് കളയുന്ന സാധനം നമ്മളെടുത്ത് വെക്കുന്നു. നമ്മൾ ഈ മധുരയില് അല്ലെങ്കിൽ നമ്മള് തമിഴ്നാടിന്റെ പല ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര ഇത് കിട്ടും. ഇത് കണ്ടോ, ഇവിടെ ഉരയ്ക്കാനുള്ള സ്ട്രിപ്സ് ഇല്ല, അതുകൊണ്ട് അവർ കളയുന്നു, അവർക്ക് വേണ്ട. ഇവിടെ സ്ട്രിപ്പ് ഉണ്ട്, പക്ഷെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ല, ഇങ്ങോട്ട് കേറിപ്പോയി. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് ഉണ്ട്, പക്ഷെ ഇതിന്റെ മുകളിൽ കൂടിയാ കേറിപ്പോയത്. ഇത് ഡബിൾ ആയിട്ട് വന്നു, ഒരു സൈഡിൽ തന്നെ ഡബിൾ ആയിട്ട് വന്നിട്ട് കാര്യമില്ല. ഇത് കണ്ടോ. അപ്പൊ അങ്ങനെ ഇതിലും ഇത് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കട്ടിങ്ങിന്റെ ലെയറിന്റെ ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്, ഒരെണ്ണം അല്ല. ഇതിനെ കൃഷ്ണന്റെ ഇതിങ്ങനെ ആയിപ്പോയി, ക്രോസ് ആയിപ്പോയി. ഇത് നമ്മുടെ റോയൽ ബംഗാൾ ടൈഗർ ആണ്. ഇത് കണ്ടോ, ഈ കാണുന്നല്ലേ? ഈ കാണുന്നത്. അതില് ഒരെണ്ണത്തിൽ തന്നെ രണ്ട് ലെയർ ആയിട്ട് വന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും, കാശൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതിനകത്ത് ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കണം, നമ്മൾ കണ്ടെത്തുക. അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും കണ്ടെത്താൻ പറ്റും. അതിന് ഉള്ള മനസ്സും അതിന് പറ്റിയ അധ്വാനം നമ്മൾ ചെയ്യണം. അത് കാശ് കൊടുത്താൽ കിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിന്റെയും തീപ്പെട്ടിയുടെ കവറുകളുണ്ട്. ഓൾമോസ്റ്റ് 90% നമ്മുടെ കൈവശമുണ്ട്. ഞാൻ പറയുന്നത് എല്ലാം എന്നല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിലുള്ള എല്ലാം ഏകദേശം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണോ? കുറെ ഉണ്ട്, ഒരുപാട് എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല, ഇത്രയും കണ്ടപ്പോൾ. എപ്പോഴും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് ഉണ്ടല്ലോ, പഴയത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഴയത് ഇത് ഏത് ഇയറിലായത്? ഇതൊക്കെ 95 and 2000 ഇടയ്ക്കുള്ളതാണ്. ഇത് കണ്ടോ, DD1 ദൂരദർശൻ, പഴയ ഗോൾഡ് കപ്പ്, വേൾഡ് കപ്പ്, ട്രോഫി, TV കണ്ടോ, വാഷിംഗ് പൗഡർ നിർമ്മ. ഇത് പിന്നെ പാൻവാല എന്ന് പറഞ്ഞിട്ട്, പാൻവാല എന്ന് വെച്ചാൽ അത് നല്ലൊരു തീമേ അല്ല, ശരിയല്ലേ? പക്ഷെ അതിന്റെ ബാക്കിലെ തീം ഇമ്പോർട്ടൻ്റ്. കണ്ടോ, 50 years of ഇൻഡിപെൻഡൻസിൽ ചെയ്ത 50 എണ്ണത്തിന് 50 രൂപ, സോറി 50 പൈസ. സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50 വർഷത്തിന്റെ ആ ഒരു ഇതിൽ ഇറക്കിയതാണ്. ഐ മീൻ 1997, 98 ടൈമിലുള്ളതാണ്. കണ്ടോ, അപ്പോൾ ബാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പാസ് ഓർമ്മയുണ്ടായിരിക്കും. ഇത് കണ്ടോ, പഴയതാണ് ഇതൊക്കെ പിന്നെ കാർട്ടൂണാണ്. നമ്മുടെ ഛോട്ടാ ഭീം, മോട്ടു പത്ലു, ടാർസൻ, ഡോറ, അങ്ങനെ കുറേ. ഇത് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാം അല്ലേ? ഓരോന്നും ഇങ്ങനെ. ഇപ്പൊ സൈക്കിളിന്റെ തന്നെ ഒന്നും സെയിം അല്ല, എല്ലാം വ്യത്യസ്തമാണ്. കണ്ടാലറിയാം, അടുത്ത് ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റും. കളർ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. ഇത് ഓരോ ഇയറിൽ മാറ്റുന്നതാണോ അതോ? അല്ലല്ല, ഇത് മൂവിങ് ആയിട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് മൂവിങ് ബ്രാൻഡാണ് സൈക്കിൾ. ഇത് കുതിരകളുടെ ഒരുപാട് വെറൈറ്റി കുതിര. ഇത് കണ്ടോ, നമ്മുടെ ഐഡിയ 4G, എയർടെല്, വോഡഫോൺ. ഇത് ശ്രീഹരി എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. ശ്രീഹരി കൃഷ്ണൻ്റെ സ്പെഷ്യൽ. മാംഗോ, നമ്മുടെ ദേശീയ ഫലം കൂടിയാണ് മാംഗോ. വീണ്ടും കുതിരകൾ, ബൈക്ക്, എൻഫീൽഡ്, റോയൽ എൻഫീൽഡ് ഉൾപ്പെടെ ബൈക്കുകൾ, സ്കൂട്ടേഴ്സ്. ഇത് ജെറ്റ് മുതൽ ഫൈറ്റർ പ്ലെയിൻ വരെ, മെട്രോ ട്രെയിൻ മുതൽ നോർമൽ ട്രെയിൻ വരെ, ബുള്ളറ്റ് ട്രെയിൻ എല്ലാം ഉണ്ട്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. ഇതടുത്തത് എയർബസ്, നമ്മുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റഫേൽ ഉൾപ്പെടെ, റഫേൽ വിമാനം. ഇതിങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ തീം വെച്ചിരിക്കുകയാണ്. നമ്മുടെ പല കാറാണ്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാറുകൾ. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന എന്തിനെക്കുറിച്ചും നമ്മുടെ കയ്യിൽ ഇതുണ്ട്. ഇത് അടുത്ത തീം. എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ തീർക്കണമെന്നോ നമുക്കറിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇത് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ്, അതിൻ്റെ സ്പെല്ലിംഗ് ആണ്. കണ്ടോ, ആരോ, ഫ്രഷ്, പാരഷൂട്ട്, ബ്രില്യൻറ്റ്, പവർ, ആങ്കർ, വിനർ, ബ്രില്യൻറ്റ്, ക്യൂട്ടി, റോയൽ, ടാഗ്, ഡിജിറ്റൽ,
അങ്ങനെ ഇത് കണ്ടോ എല്ലാം ഡിഫറെൻറ്റ്. ഇത് ഫുള്ള് വേർഡ്സ് ആണ്. ഇത് ഇംഗ്ലീഷ് വേർഡ്സ് മാത്രം. ടിക്ക്, ഗോൾഡ്, ക്ലാസിക്, ഫ്രീഡം, യൂണിവേഴ്സൽ, റോയൽ, ഡാർക്ക്, യൂണിയൻ, ബേബി, റിയൽ, മേജർ, ക്ലാസിക്, സ്റ്റാർ, ഫ്ലെയിം. അങ്ങനെ ഇത് പിന്നെ കാറിൻ്റെ കളക്ഷൻ. ഇത് ഒരു കളറല്ല, എല്ലാം വ്യത്യസ്തമാണ്. ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത് കണ്ടോ നമ്മുടെ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഗൂഗിൾ, ട്വിറ്റർ, ആപ്പിൾ എല്ലാം ഉണ്ട്. പിന്നെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സീനറി ഉള്ളതാണ്. ഇത് പിന്നെ എയിം ആണെന്ന് തോന്നുമെങ്കിൽ ഇത് എയിം അല്ല. ഉണ്ടോ ATM എന്ന് പറഞ്ഞൊരു തീമാണ്. എയിമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഏകദേശം അവരുടെ ഒരു കൗണ്ടർ ആയിട്ട്. ഇത് SBIയുടെ ATM ആണ് കണ്ടോ, സ്റ്റേറ്റ് ബാങ്ക്. ഇത് ജിയോ, ഇതെൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഞാൻ ഒരു പ്രൗഡ് ജിയോ യൂസറാണ്. ഞാൻ ജിയോ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വേറെയും സിം കാർഡ്സ് വീട്ടിലുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ നമ്പർ ജിയോയാണ്. കാരണം അത് ഇന്ത്യയുടെ ബ്രാൻഡാണ്, ലോകത്തിൻ്റെ ബ്രാൻഡാണ്. നമ്മുടെ ഓരോ ജല്ലിക്കെട്ട് ആയിക്കോട്ടെ, സുമോ റെസ്ലിംഗ് ആയിക്കോട്ടെ, റണ്ണിങ് ആയിക്കോട്ടെ, ഹോക്കി ആയിക്കോട്ടെ, ജൂഡോ, സ്പോർട്സ്മാൻ, അങ്ങനെ ക്രിക്കറ്റ്, അവിടെ തൊട്ട് ഇവിടം വരെയുള്ള സ്പോർട്സ് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ അഗ്നി മിസൈൽ, ഇന്ത്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി എക്വിപ്ഡ് മിസൈലാണ് അഗ്നി മിസൈൽ. അതിൻ്റെയൊക്കെ ഇത് കുറേ ഉണ്ട്. എവിടെ തുടങ്ങണമെന്നോ എവിടെ നിർത്തണമെന്നോ അറിയില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ഇനി അടുത്ത് കുറച്ച് എടുക്കാം. ഇത് ഫിലിം സ്റ്റാർസിൻ്റെ ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് അല്ലേ? ആക്ട്രസും തമിഴ്നാട്ടിൽ കിട്ടുന്ന വെറൈറ്റീസാണ്. കുറേയൊക്കെ താഴെ വീണ് പോയി. നമ്മുടെ രജനീകാന്ത് എല്ലാവരും ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എവിടേക്കോ പോയി താഴെ. നോക്കണം. ഒരുപാട് ആക്ടേഴ്സും ഉണ്ട്. ഇത് വീണ്ടും കുറച്ച് പഴയത്. ഞാൻ ഒരു 95 കാലഘട്ടത്തിലെ വീണ്ടും മാധുരി ദീക്ഷിത്തിൻ്റെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിൽസ്, നേരത്തെ പറഞ്ഞ വിൽസ്. ജിയോ. ഇത് കൃഷ്ണൻ്റെ റിലീജിയസ് തീമാണിത്. വെറൈറ്റി ആയിട്ട് കുറേ ഉണ്ട്. എവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഹാർഡ് ടു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. പിന്നെ ഇത് കുറച്ച് സോർട്ട് ചെയ്യാൻ വേണ്ടി സോർട്ട് ചെയ്യാനുള്ളതാണ്. സോർട്ട് ചെയ്യണം, ഇത് കിട്ടൂല. അതുണ്ടോ ബോംബെ, ഇതെല്ലാം വേറെ വേറെയാണ്. മാവീരൻ, ഗാലക്സി, ബ്രിസ്റ്റൽ, രാജ. ഇത് മാത്രമല്ല, ഒരു അലമാരി വേറെ ഫുള്ളുണ്ട്. ക്ലബ്, പുലി, വാക്സ് മാച്ചസ്, ട്രിപ്ലസ്. 154ാമത്തെ ബർത്ത് ആനിവേഴ്സറി, നമ്മുടെ മഹാത്മജിയുടെ 154ാമത്തെ ബർത്ത് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള മാച്ച് ബോക്സ് പസിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിൽ കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ചിത്രങ്ങൾ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് ഗാന്ധിയൻ മെസ്സേജ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി ഇരിക്കുന്ന ചർക്ക, ചെറിയ കുട്ടികൾക്ക്, ഒരുപാട് 1-2 കുട്ടികൾക്കൊക്കെ ഇത് പസിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കളിക്കാം, അത് കറക്റ്റാക്കാം. അപ്പോൾ ഇത് വേറൊരു മാച്ച് ബോക്സ് ആണിത്, ഗാന്ധിയൻ കളക്ഷൻ. ഇത് ഈ തീപ്പെട്ടി 1 മാസം മുമ്പ് ഉള്ള തീപ്പെട്ടിയാണിത്. നോക്കണേ, ചാവി. ഇത് ഉപയോഗിച്ച് തീരുമ്പോഴത്തേക്കും മഴക്കാലം ആകുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടാലോ അല്ലെങ്കിൽ എണ്ണ കൊണ്ടാലോ അതേ പൂപ്പലടിക്കും. ഇത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇതിനകത്തുള്ള പ്രത്യേകത കണ്ടോ, ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പൊട്ടും ചിലപ്പോൾ. ഇത് കണ്ടോ, പേപ്പറിനുള്ളിൽ ആ ബുദ്ധിമുട്ടില്ല. വാക്സ് തീപ്പെട്ടികൾക്ക് ആ ബുദ്ധിമുട്ടില്ല. ഇത് വുഡൻ തീപ്പെട്ടികൾക്കുള്ള ഏറ്റവും വലിയ അപാകതയാണിത്. പിന്നെ പഴക്കമുള്ള തീപ്പെട്ടി, ഇതാണ് ഒരു എൻ്റെ 19 കൊല്ലം പഴക്കമുള്ള തീപ്പെട്ടിയാണിത്. ഈ ഗാന്ധിജിയുടെ തീപ്പെട്ടി ഒരു 19 കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷെ എങ്കിലും ഇത്തിരി പൂപ്പലൊക്കെ അടിച്ചാണ് ഇരിക്കുന്നത്, എത്ര ഇതാക്കിയാലും. ഹാൻഡിൽ വിത്ത് കെയർ കണ്ടോ, പൂപ്പലുണ്ട്. ഇത് വുഡൻ തീപ്പെട്ടികളുടെ പ്രശ്നമാണത്. ഇത് എനിക്കൊരാൾ തന്ന ഞാൻ കുറച്ച് സ്റ്റാമ്പ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചത്. സ്റ്റാമ്പോ എന്തോ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചത്, കാശ് കൊടുത്ത് വാങ്ങിയല്ല. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണിത്. നമ്മുടെ വിഷ്ണുവിന്റെ അവതാരങ്ങളൊക്കെ, മത്സ്യകൂർമ്മ, വരാഹം, പറഞ്ഞ പോലെ നരസിംഹമൂർത്തി, അങ്ങനെ പരശുരാമൻ, ദശാവതാരത്തിന്റെ തീപ്പെട്ടി, ശ്രീരാമൻ. പിന്നെ ആദ്യമായിട്ട് കാണുക ഇത്തരത്തിലൊരു തീപ്പെട്ടി.
സ്പെഷ്യൽ എഡിഷൻ അല്ലേ? ഇത് നമ്മൾ കളക്ഷന് വേണ്ടിയിട്ട് ഇറക്കുന്നതാന്ന് തോന്നുന്നല്ലേ ഇങ്ങനെ? അത് വളരെ അപൂർവമായിട്ട് ഇറക്കാറുള്ളൂ. നമുക്ക് ഈ സ്റ്റാമ്പ് ഇറക്കുന്ന പോലെ സ്പെഷ്യൽ എഡിഷൻസ് ഒന്നും വരാറില്ല, വളരെ കുറവാണ്. ഇപ്പൊ ചന്ദ്രയാന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ രാത്രി ഇരുട്ടാണ്. ഇത് ഗ്ലോയിങ് ആണോ? ഇതിന്റെ ഗ്ലോയിങ് ആണ്. ഇതൊക്കെ ഗ്ലോ ചെയ്ത് നിൽക്കും രാത്രി മാത്രം. അപ്പോൾ രാത്രി എന്ന് വെച്ചാൽ നമ്മളൊരു ഫുള്ളി ലൈറ്റ് ഇല്ലാത്ത ടൈമിൽ അത് ഗ്ലോ ചെയ്ത് നിൽക്കും ചന്ദ്രയാൻ. ഇതും സെയിം ഇത് തന്നെയാണല്ലോ അല്ലേ? സെയിം തന്നെ. പിന്നെ ചന്ദ്രയാന്റെ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഹോണറലി അവർ ഇറക്കിയതായിരിക്കും അല്ലേ? അത് സ്പെഷ്യൽ പെർമിഷനോട് കൂടി ഇറക്കിയതാണ്. ഇതൊരു നാഷണൽ ഇതാണല്ലോ, അച്ചീവ്മെന്റ് ആണ് നമ്മുടെ നേഷൻ എന്ന രീതിയിൽ വലിയൊരു ഇതായിരുന്നു. അതേപോലെ കൊൽക്കത്ത PSLV GSLV ഇതും മാച്ച് ബോക്സ് ആണ്. ഇതൊക്കെ എവിടുന്ന കളക്ട് ചെയ്തപ്പോ ഈ ചന്ദ്രയാൻ? ഞാനിത് PSLV ചന്ദ്രയാനും ഇതൊക്കെ ഞാൻ കൊൽക്കത്തയിൽ നിന്നാണ്. ഇത് എനിക്ക് തോന്നുന്നു പൂനെന്ന് കളക്ട് ചെയ്തതാണ്. നമുക്കിത് എടുക്കാമല്ലോ അല്ലേ? ഇങ്ങോട്ട് എടുത്തോളൂ. GSLV അങ്ങനെയുള്ളത്. സൈഡ് നമ്മുടെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ മാഗ്നറ്റ് അതല്ലേ? ഒരു മാഗ്നറ്റിൻ്റെ ഇത് ക്ലോസിങ്ങിന് വേണ്ടി മാത്രം ഒരെണ്ണം, എപ്പോഴും പെട്ടെന്ന് ഓപ്പൺ ചെയ്യരുത്. അതിനുകൊണ്ട് നമ്മുടെ PSLV ഉണ്ട്. ഇത് എത്ര രൂപ ഇത് കളക്ട് ചെയ്തപ്പോൾ? ഞാൻ ആകെ 3-4 ഞാൻ സ്പെഷ്യൽ എഡിഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഈ 3-4 കമ്പൈൻ ചെയ്താൽ 2000 രൂപ മാക്സിമം. എനിക്ക് അതിനകത്ത് നഷ്ടമില്ല. PSLV നമ്മൾ ഓൾമോസ്റ്റ് ഇത് രാജസ്ഥാനിൽ നിന്നാണ് കേട്ടോ. ഇതൊക്കെ ഇതെല്ലാം ആ 2 മാച്ച് ബോക്സ് അല്ലേ? ഇത് ആലോചിച്ച് നോക്കിയാ 200 സ്റ്റിക്സിന് 7 രൂപയുള്ളൂ. 200 സ്റ്റിക്സിന് അല്ലേ? പഴയതാണ് ഇത്. ഇത്തിരി ഒരുപാട് പഴയല്ല, ഒരു 5-8 കൊല്ലം മുമ്പത്ത്, 5-6 കൊല്ലം മുമ്പത്ത്. അപ്പൊ ഞാൻ ഇത്രയധികം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇത് അലമാരി ഇനിയും കിടപ്പുണ്ട്. ഇനിയുണ്ട്. മീഡിയ ആരെങ്കിലും വന്നാൽ നമ്മൾ അത്യാവശ്യം എടുത്ത് വെച്ചിരിക്കുന്നത് അലമാരിയിൽ കിടപ്പുണ്ട്. ഇന്ത്യയിൽ ഇത്രയും കളക്ഷൻസ് AKPയുടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. AKPയുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാല് നമ്മളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഔട്ടാക്കും. 1 ലക്ഷം തികച്ചപ്പോഴാണ് നമ്മളത് ഔട്ടാക്കുക. വരാനുണ്ട്. അത് മാത്രമല്ല, മാച്ച് ബോക്സ് മാത്രമല്ല, ഇനിയും പുതിയ ഐറ്റംസ് നമ്മൾ നിർത്താണ്ട്. കാരണം എന്നെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്റെ കളക്ഷനാണ്, വേറെ ആരുമല്ല. എന്റെ കളക്ഷനാണ് എന്റെ ലൈഫ്. എന്റെ കളക്ഷൻ എനിക്ക് സെൽഫ് മോട്ടിവേറ്റിംഗ് ആണ്. എന്റെ കളക്ഷൻ എന്ന് വെച്ചാൽ അത് എന്തും ആയിക്കോട്ടെ, സ്റ്റാമ്പ് ആയിക്കോട്ടെ, 1 രൂപ നോട്ട് ആയിക്കോട്ടെ, കോയിൻ ആയിക്കോട്ടെ, മാച്ച് ബോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി റിവീൽ ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതെന്തും ആയിക്കോട്ടെ, പക്ഷെ അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കളക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത്, ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ അരവിന്ദ് ഭായ് ഇനിയും പുതിയ കളക്ഷൻസ് വരട്ടെ. എന്തായാലും അടുത്തൊരു ഞെട്ടിക്കുന്ന കളക്ഷൻ എന്താണെന്ന് സർപ്രൈസ് ആണ്, റിവീൽ ചെയ്തിട്ടില്ല. അത് റിവീൽ ചെയ്യുമ്പോൾ നമ്മളെ വീണ്ടും വിളിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അരവിന്ദ് ഭായ് അടുത്ത് നമ്മൾ വരും. എന്തായാലും അടുത്ത കളക്ഷന് വേണ്ടിയുള്ള എല്ലാ ആശംസകളും നേരുന്നു. കേരള ടോക്സിന് വേണ്ടി ശ്യാം. താങ്ക് യു.